നമസ്കാരം. ലോക്സഭയിൽ പോകാതെ മുങ്ങി നടക്കുന്ന ഷാഫി പറമ്പിലിന്റെ ഒരു ദൃശ്യം പുറത്തേക്ക് വന്നു. കഴിഞ്ഞ ദിവസം കുറ്റ്യാടിയിലെ സ്റ്റേജിനുള്ളിലെ ആ കടിപിടി ദൃശ്യത്തിന് ശേഷമാണ് ഷാഫിയുടെ ഒരു ദൃശ്യം. ആ ദൃശ്യം കണ്ടപ്പോൾ നമ്മുടെ നാട്ടിൽ പറയാറില്ലേ, നിനക്കെന്തടാ, നിനക്കെന്ത് എന്നൊരു ചോദ്യം ചോദിക്കുന്ന കണ്ടിട്ടില്ലേ? അതേപോലെ ചോദിക്കേണ്ടി വന്നു. അപ്പോൾ ആദ്യം ആ ദൃശ്യം, പിന്നീട് എന്താണ് ഇങ്ങനെ സംഭവിക്കാനുള്ളത് എന്നതിനെ സംബന്ധിച്ച് ചില കോൺഗ്രസ്സുകാരടുത്ത് അന്വേഷിച്ചപ്പോഴുള്ള വിവരം കൂടി പങ്കുവച്ചു തന്നു. അപ്പോൾ ക്യാമറയെ ഓൺ ചെയ്ത് വെച്ച് ഒരു ജിന്ന് ബാധിച്ച മാതിരി ഷാഫി ഇന്നലെ കുറ്റ്യാടി സ്റ്റേജിൽ കാണിച്ചതിൻ്റെ 2ാം എപ്പിസോഡ് റോഡിൽ കാണിച്ചു. ഇതേ നോക്കിയേ. കണ്ടല്ലോ, എന്തോ ഒരു അവലക്ഷണക്കേടില്ലേ? ആ അവലക്ഷണക്കേടിന്റെ കാര്യമാണ്. ഇതെന്ത് സംഭവിച്ചു എന്നറിയാൻ കോഴിക്കോടുള്ള ചില യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെ ബന്ധപ്പെട്ടപ്പോൾ കുറ്റ്യാടിയിൽ നിന്ന് നേരെ ആ വിഷമത്തിൽ, ഏത് വിഷമത്തിൽ, പ്രസംഗിക്കാൻ സമ്മതിച്ചില്ല, അപമാനിച്ചു എന്ന വിഷമത്തിൽ നേരെ PK ഫിറോസ് എന്നുള്ള യൂത്ത് ലീഗ് നേതാവിൻ്റെ വീട്ടിലേക്ക് ഷാഫി പോയതായി പറയപ്പെടുന്നുണ്ട്. അവിടെ പോയി റെസ്റ്റ് ചെയ്തതിന് ശേഷം അവിടെ ഈ PK ഫിറോസിൻ്റെ മാന്യനായിട്ടുള്ള ഒരു അനിയനുണ്ടല്ലോ, ഈ അടുത്ത കാലത്ത് എക്സൈസുകാർ പിടിച്ച, വാങ്ങിച്ചുകൊണ്ട് വച്ചിരുന്ന എന്തോ എടുത്ത് കുടിച്ചെന്നോ എന്തോ എടുത്തങ്ങ് അടിച്ചു വിട്ടെന്നോ, ഇതിന് ശേഷമാണ് ഇദ്ദേഹം തിരിച്ചു വരുന്നത്. തിരിച്ചു വന്നതിന് ശേഷമുള്ള ഈ പ്രകടനം കാണുമ്പോഴും ആ സ്റ്റോറി കേട്ടപ്പോൾ സാധ്യത ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ നോക്കിയേ, ഇങ്ങനെ ഒരു ഷാഫിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു ക്യാമറ ഓൺ ചെയ്ത് വയ്ക്കുന്നു, മര്യാദയ്ക്ക് പോകുന്ന മനുഷ്യരെ വരെ പിടിച്ച് തള്ളുന്നു. അതിൻ്റെ ഇടയിൽ കിടന്ന് എന്തിനാണ് ഇത് കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ ആർക്കും മനസ്സിലാകുന്നില്ല. ഒരാൾ ഈ കിളി പറന്ന കേസുകൾ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുണ്ട്, ചുമ്മാ ഇങ്ങനെയൊക്കെ കിടന്ന് കോപ്രായങ്ങൾ കാട്ടുന്നത്. അല്ലാതെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തിനാണ് ഷാഫി പറമ്പിൽ ഇങ്ങനെയൊക്കെ കാണിച്ചു എന്ന് പറഞ്ഞാൽ അത് ഷാഫി കാണിച്ചതല്ല, ഷാഫിയുടെ ഉള്ളിൽ കുടിയേറിയ ആ ജിൻ പ്രവർത്തിച്ചതാണ്. എന്താണ് ആ ജിൻ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അത് PK ഫിറോസിന് മാത്രമേ അറിയാവൂ എന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത്. എന്താണ് അവിടെ നിന്ന് വിശ്രമിക്കാൻ പോയ ഷാഫിക്ക് ഇങ്ങനെ ഒരു രീതിയിലേക്ക് മാറാൻ വേണ്ടി കിട്ടിയ ഒരു ബൂസ്റ്റർ ഡോസ് എന്നുള്ള കാര്യം നാട്ടുകാർക്കൊന്നും അറിയാൻ വയ്യ. പക്ഷേ അങ്ങോട്ട് പോയ ഷാഫി അല്ല തിരിച്ചു വന്നതെന്നാണ് പറയപ്പെടുന്നത്. ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കിയേ. ആ വേദിക്കകത്ത് കിടന്ന് കഴുത്തിൽ കുത്തിപ്പിടിച്ച് പിടിച്ചു മാറ്റാൻ ശ്രമിച്ചതിന് ശേഷം അത് സ്നേഹാലിംഗനമാണെന്നൊക്കെ പറയുമ്പോൾ നാട്ടുകാരെ ദൃശ്യം കണ്ടിട്ട് എടുത്തിട്ട് അലക്കുമ്പോഴാണ് സ്റ്റേജിനകത്ത് നടന്നതിനേക്കാൾ ഭീകരം പുറത്ത് നടന്നു എന്നുള്ള ഈ ദൃശ്യം പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ആ ദൃശ്യം കണ്ടിട്ട് നിങ്ങൾ തന്നെ ചിന്തിക്കൂ, എന്തെങ്കിലും ജിന്ന് ഷാഫിക്ക് കൂടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. ആ ജിന്ന് എന്താണ് PK ഫിറോസിന്റെ വീട്ടിൽ ഉണ്ടായിരുന്നത് എന്നതിനെ സംബന്ധിച്ച് PK ഫിറോസോ ഷാഫിയോ പറഞ്ഞാൽ നാട്ടുകാർക്ക് അറിയാം. അല്ലാത്ത പക്ഷം നമ്മുടെ നാട്ടിൽ കണ്ട് വിലയിരുത്താൻ പറ്റുന്ന മെഡിക്കൽ സംവിധാനം ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്കൊന്നും മുൻവിധിയോടുകൂടി പറയാൻ വയ്യ. പക്ഷേ ഫിറോസിന്റെ വീട്ടിൽ പോയി തിരിച്ചു വന്ന ഷാഫി ഇതായിരുന്നു.